വെൽക്കം ബാക്ക് ടു ഫിനിക്സ് കോളേജ് വലത്തൂർ. PPL ഫിനിക്സ് പ്രീമിയർ ലീഗ് 2022. ഈ മത്സരിക്കുന്ന ഈ ടീമിൻ്റെ പേരാണ് ടീം ഗോൾഡ് സ്റ്റാർ എന്ന് പറയും. ഈ ടീം +1 +2 ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനുള്ള ടീമാണ്. ഇതാണ് ലൈഗേഴ്സ് FC എന്ന് പറയുന്ന ടീം. +2 ഹ്യൂമാനിറ്റീസും +2 കൊമേഴ്സും ഒരുമിച്ചുകൊണ്ടുള്ള ടീമാണ് ലൈഗേഴ്സ് FC എന്ന് പറയുന്ന ടീം. ഇത് ടീം ന്യൂ സ്റ്റാർ FC. +1 കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ മാത്രം ഒരുങ്ങുന്ന ടീമാണ് ടീം ന്യൂ സ്റ്റാർ FC. ഈ ടീമിൻ്റെ പേരാണ് കമാൻഡോ FC. +2 ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥികൾ മാത്രമുള്ള ടീമാണ് കമാൻഡോ FC. ഈ ടീമിൻ്റെ പേരാണ് ഗോൾഡ് സ്റ്റാർ FC. +1 കൊമേഴ്സ് വിദ്യാർത്ഥികൾ മാത്രം ഒരുമിക്കുന്ന ടീമാണ് ടീം ഗോൾഡ് സ്റ്റാർ FC. ഇത് ലോസോൺ FC. +2 കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ മാത്രം ഒരുമിക്കുന്ന ടീമാണ് ലോസോൺ FC. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുമിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലാഗ് ഓൺ പരിപാടിയാണ്. 2022 PPL ഫിനിക്സ് പ്രീമിയർ ലീഗിൻ്റെ കൊടി കയറുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഏകദേശം 6 ടീമുകളാണ് മത്സരിക്കുന്നത്. +1 ഹ്യൂമാനിറ്റീസിലെയും +2 ഹ്യൂമാനിറ്റീസിലെയും +1 കൊമേഴ്സിലെയും +2 കൊമേഴ്സിലെയും വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഈ ടീമുകൾ. ആവേശകരമായ മത്സരമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ രസകരമായ മത്സരം. ഏകദേശം 15ഓളം ലീഗ് മത്സരങ്ങൾ. ആ 15ഓളം ലീഗ് മത്സരങ്ങളിൽ നിന്ന് 1ാം സ്ഥാനത്തെത്തുകയും അതിൽ നിന്ന് 3 ടീമുകൾ മാത്രം ബാക്കിയാവുകയും അതിൽ 1ാം സ്ഥാനത്തെത്തിയ ടീം ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ബാക്കി 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തെത്തിയ ടീമുകൾ തമ്മിൽ സെമി ഫൈനൽ മത്സരം കളിക്കുകയും ചെയ്ത ആവേശകരമായ മത്സരം തന്നെയാണ് നമുക്ക് ഈ വർഷത്തെ PPL ഫിനിക്സ് പ്രീമിയർ ലീഗിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move, I'm gonna make it soon. And I'll do it cause it's what I wanna fucking do. Cause all these opinions and all these positions, they come in millions, they blocking your vision. But no, you can't listen, that shit is all fiction. Cause you hold the power as long as you're dreaming.
Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on
ആവേശകരമായ സെമി ഫൈനൽ മത്സരം ഏകദേശം സമനിലയിലേക്ക് പിരിയാണ്. അവസാനം റഫറിയുടെ തീരുമാനപ്രകാരം ഷൂട്ടൗട്ടിലേക്ക് മത്സരം കൊണ്ടുപോകണം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഷൂട്ടൗട്ട് മത്സരം ആരംഭിക്കുകയാണ്. +2 കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ചേർന്നുകൊണ്ടുള്ള ടീം ലൈഗേഴ്സും +1 കൊമേഴ്സ് മാത്രമുള്ള ടീം റോക്ക് സ്റ്റാറും. അതിൽ ക്യാപ്റ്റൻ അജാസാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അത് ഗോളായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോൾ കീപ്പർ ഹാഷിം സമാനാണ് ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നത് +1 ടീമിൻ്റെ റോക്ക് സ്റ്റാറിൻ്റെ. അങ്ങനെ അത് ഗോൾ പുറത്തേക്ക് അടിക്കുന്നു ഷിഹാദ്. വളരെയധികം നിർഭാഗ്യകരമായ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് +1 മുമ്പിൽ +2 തോൽക്കുക എന്നുള്ളത് വളരെയധികം സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഏകദേശം അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഷൂട്ടൗട്ട് മത്സരവും ഏകദേശം സമനിലയിലേക്ക് പിരിയാണ്. ഇനി ടോസ് ഇടാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ അതിനായിട്ട് രണ്ട് ടീമിലെയും ടീമംഗങ്ങൾ തമ്മിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടോസിന് വേണ്ടിയിട്ട്. ഈ ടോസിൽ ആര് വിജയിക്കും എന്നുള്ള ആകാംക്ഷ. +1 കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ ആ ആവേശം, അതായത് +2 കൊമേഴ്സിനെ തോൽപ്പിച്ച ആ ആവേശം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ചെയർമാനെ ടീമിനെ തോൽപ്പിച്ചുള്ളത്. അപ്പോൾ ആ ഒരു ആവേശം അവരുടെ മുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷമാണ് അവർക്കുള്ളത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കൊണ്ട് കമാൻഡോ FC +2 ഹ്യൂമാനിറ്റീസിലെ കമാൻഡോ FC ഫൈനലെത്തിയിട്ടുണ്ട്. അതിനെതിരെ +1 കൊമേഴ്സിലെ റോക്ക് സ്റ്റാർ ഇപ്പോൾ ടോസിലൂടെ ഫൈനലെത്തി. കോളേജ് യൂണിയൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ഖാൻ, റെയിൻബോ ഗോൾഡ് ജ്വല്ലറി ഓണർ അഷ്റഫ് ഖാണ് കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവായിട്ടുള്ള ഒരു രക്ഷിതാവും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ ചെയർമാനും പിന്നെ ഞാനും മുരളി സാറും പിന്നെ അതുപോലെ തന്നെ പ്രദീപ് സാറൊക്കെയാണ് കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ആവശ്യകരമായ ഒരു ഫൈനൽ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിചയപ്പെടലാണത്. അപ്പോൾ ഈ ഫൈനൽ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
അങ്ങനെ ആവേശകരമായ ഫൈനൽ മത്സരത്തിന് വിരാമമൊരുക്കുകയാണ്. 2-0 നമ്മുടെ കമാൻഡോ FC വിജയിച്ചിരിക്കുന്നു +2 ഹ്യൂമാനിറ്റീസ്. അങ്ങനെ +2 ഹ്യൂമാനിറ്റീസ് നമ്മുടെ ഷിബിലി നേതൃത്വത്തിലാണ് +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. പിന്നെ PPL 2022 വിജയികളായിക്കൊണ്ട് കമാൻഡോ FC +2 ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായിരിക്കുന്നു. അവരുടെ ആവേശ പ്രകടനങ്ങളാണ് നമ്മൾ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഫൈനൽ മത്സരത്തിൽ ടീം റോക്ക് സ്റ്റാറും അതുപോലെ തന്നെ ടീം കമാൻഡോ FCയും തമ്മിലാണ് പോരാടിയത്. 2-0 ടീം കമാൻഡോ FC ഈ വർഷത്തെ ഫിനിക്സ് കോളേജ് പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരായിരുന്നു. നമുക്ക് ഇവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മാനദാന ചടങ്ങാണ്. നമ്മൾ ഓരോ മാച്ചിലും ഒന്നാമത്തെ മാച്ച് മുതൽ അത് വാങ്ങിലായി. രണ്ടാമത്തെ മാച്ച് മുതൽ മൊത്തം 14 മാച്ച് ഉണ്ട്. 15 മാച്ചിലെ സമ്മാനങ്ങൾ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ വിതരണം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മാച്ച് രണ്ടാമത്തെ ലൈസോൺ FC റോക്ക് സ്റ്റാർ. ഇതിൽ റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന ടീം വിജയിച്ചതിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത് 3 ഗോൾ അടിച്ചിട്ട് നമ്മുടെ ഷാമിൽ +1 കൊമേഴ്സിലെ ഷാമിൽ. മൂന്നാമത്തെ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് ന്യൂ സ്റ്റാറും കമാൻഡോ FC നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഫിനിക്സ് കോളേജിൽ ഹാട്രിക് അടിച്ചുകൊണ്ട് നമ്മളെ ഷിബിലി ഫോട്ടോ എടുത്താ
ഈ വർഷത്തെ അങ്ങനെ ഈ വർഷത്തെ ഫിനിക്സ് കോളേജിലെ 2022 PPL വിജയികളായിക്കൊണ്ട് നമ്മുടെ +2 ഹ്യൂമാനിറ്റീസിലെ ചുണക്കുട്ടുകൾ, അതായത് കമാൻഡോ FC അവരെ വിളിക്കുന്നു. അത് സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫാക്കിയാണ്. റെയിൻബോ ഗോൾഡ് ഓണർ അഷ്റഫാക്കിയാണ് നമ്മുടെ വിദ്യാർത്ഥി.